റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് റിസർവേഷനാണ് നമ്മുടെ രാജ്യത്തെ പിന്നോട്ടടിക്കുന്നത്, അതുകൊണ്ട് റിസർവേഷൻ റിമൂവ് ചെയ്യണം, പക്ഷേ ജാതി റിമൂവ് ചെയ്യേണ്ട എന്ന് അവരൊക്കെ കാണാൻ വേണ്ടിയുള്ളൊരു സംഭവം ഈ ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അങ്കിത് കുമാർ എന്ന ഒരു റാപ്പിഡോ ഡ്രൈവർ, അയാളെ വണ്ടിയിൽ റെയിൽവേ എംപ്ലോയീസായ 3-4 പേര് കയറിയപ്പോൾ മുതൽ തന്നെ അവർ ജാതിപരമായ അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചമാർ എന്നൊക്കെ വിളിച്ച്, അതായത് ദളിത് വിഭാഗത്തിൽ വരുന്ന ഒരു വിഭാഗത്തെയാണ് ചമാർ എന്നൊക്കെ ഹിന്ദിയിൽ വിളിക്കുന്നത്. ആരെയാണ് അപമാനിക്കുന്നത്? അവരുടെ ഏതോ സീനിയർ ഓഫീസറാണ്, അവൻ ചമാർ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ എത്തിയെന്ന് പറഞ്ഞ് ഭയങ്കര രീതിയിൽ അധിക്ഷേപം നടത്തുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ആ ഡ്രൈവർ അവരെ പലപ്പോഴായിട്ട് എതിർക്കുന്നുണ്ട്, അങ്ങനെ പറയരുതെന്ന് പറയുന്നുണ്ട്. അവസാനം സഹികെട്ട് അദ്ദേഹം ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്ത് അയാൾ സോഷ്യൽ മീഡിയ ഇടുന്നുമുണ്ട്. എന്നിട്ട് വഴിയിൽ വെച്ച് കാറിൽ നിന്ന് ഈ ജാതിയോളികളെ ഇറങ്ങി പോകാനും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്താണ് വിചാരിക്കുന്നത്? പ്രോഗ്രസീവ് സമൂഹമായ നമ്മൾ ആ ഡ്രൈവറിനെ അയാൾ ചെയ്ത കാര്യത്തെ അഭിനന്ദിക്കും എന്നല്ലേ? അല്ല, റാപ്പിഡോ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് 99 വർഷത്തെ ബാനാണ് നൽകിയിരിക്കുന്നത്. എന്തിനാണ് ബാൻ ചെയ്തത്? കാറിൽ നിന്ന് ഇറക്കി വിട്ടതിന് ഡബിൾ മീനിങ് ലാംഗ്വേജ് ഉപയോഗിച്ചത്. ആക്ച്വലി അയാൾ എന്താണ് ചെയ്തത്? ഈ ജാതിയൊളികൾ ഒരാളെ ജാതി അധിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് വാഹനത്തിൽ നിന്ന് ഇറക്കി വിട്ടത്. ആരെയാണ് അവർ ജാതി അധിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നത്? അവരുടെ സീനിയർ എംപ്ലോയി, അയാൾ ഒരു ദളിതായിരുന്നു. ഇതുപോലെ വേറൊരു സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത് മനസ്സിലായല്ലോ? അംബേദ്കറിൻ്റെ അമ്മയ്ക്ക് തെറി വിളിക്കുക, അതിനുവേണ്ടി ഫോഴ്സ് ചെയ്യാണ്, അതിനുവേണ്ടി തല്ലുകയാണ്. ഇവർക്കൊക്കെ അംബേദ്കറിനോട് പ്രശ്നമുണ്ട്. എന്താണെന്നറിയത്തില്ലേ? അദ്ദേഹം റിസർവേഷൻ കൊണ്ടുവന്ന് ഇവന്മാരുടെയൊക്കെ ലെവലിൽ താഴെക്കിടയിൽ കിടന്ന ജനങ്ങളെ ഈക്വലാക്കാൻ ശ്രമിച്ച് ചിലർക്ക് ഈക്വൽ ആയിട്ടുണ്ട്. ആ ഈക്വൽ ആയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇവന്മാരുടെ ഈ ഫ്രസ്ട്രേഷൻ. അതാണ് കാറിലിരിക്കുന്നവന്മാർ തീർത്തതും ആ പയ്യനെ കൊണ്ട് അടിച്ച് അംബേദ്കറിന് തെറി വിളിപ്പിക്കുന്നവൻ തീർക്കുന്നതും. ജാതി പറയുന്നത്, ജാതി അധിക്ഷേപത്തിന് ശിക്ഷ കിട്ടുന്ന ഒരു നാടാണ് നമ്മുടേത്. പക്ഷേ ഇവിടെ ശിക്ഷ കിട്ടിയിരിക്കുന്നത് ആ റാപ്പിഡോ ഡ്രൈവറിനാണ്. അയാളുടെ ജോലി പോയി. ഒരാൾ ജാതി അധിക്ഷേപം നടത്തുന്നത് തെറ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് അയാളുടെ ജോലി പോയി. റാപ്പിഡോ പോലൊരു കോർപ്പറേറ്റ് കമ്പനി, ജാതിയില്ല, കോർപ്പറേറ്റ് കമ്പനികളിൽ എല്ലാം പഠിച്ച് കയറി വന്നാൽ പൊസിഷനിൽ എത്താം എന്നൊക്കെ പറയുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അയാളെ 99 വർഷം ബാൻ ചെയ്തേക്കുന്നത്. അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അയാൾ ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നു? ഇതൊന്നും അവർക്കറിയേണ്ട ആവശ്യമല്ല. അവരുടെ കസ്റ്റമർ, ജാതിയോളികളായ 3 കസ്റ്റമേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്തു. 99 വർഷത്തെ ബാൻ. ഈ രാജ്യത്തിരുന്നു കൊണ്ടാണ് ഇവന്മാർ റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ എന്നും പറഞ്ഞ് ഈ ഊള പേജും തുടങ്ങി വെച്ചിരിക്കുന്നത്. റിസർവേഷൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 2 വീഡിയോസ്.